ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 14 ദിവസങ്ങൾ മാത്രം. ഇനിയുള്ള ഈ ഓരോ ദിവസവും എണ്ണയിട്ട യന്ത്രം പോലെയുള്ള പ്രവർത്തനം കാഴ്ചവെച്ചെങ്കിൽ മാത്രമേ ഓരോ വോട്ടർമാരിലേക്ക് എത്താനും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പാർട്ടിക്ക് അല്ലെങ്കിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പെട്ടിയിലേക്ക് വോട്ട് ഉറപ്പുവരുത്താനുള്ള അതീവ ശ്രമത്തിലാണ് എല്ലാവരും തന്നെ. ഏതായാലും ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ പ്രചരണ വാക്യം ഇന്ന് പുറത്തു വന്നു. രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിലാണ് LDFിൻ്റെ ഈ പ്രചരണ വാക്യം ഇന്ന് പുറത്തു വന്നത്. രാഷ്ട്ര ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. LDFിൻ്റെ രാഷ്ട്രീയ നിലപാട് വിളംബരം ചെയ്യുന്നതാണ് ഈ വാക്യം എന്ന് തന്നെ പറയേണ്ടി വരും. ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ. നമുക്കറിയാം, പഴയ വസ്തുതകളിലേക്ക്, അതായത് ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കേണ്ടി വരും. കാരണം എപ്പോഴും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രചരണ വാക്യത്തിന് അല്ലെങ്കിൽ പ്രചരണ മുദ്രാവാക്യം എന്ന് തന്നെ പറയാം, അതിന് എപ്പോഴും പ്രത്യേകതകളുണ്ട്. കാരണം ജനങ്ങളെ നേരിട്ട് സ്വാധീനിക്കാൻ എപ്പോഴും ഇത്തരം വാക്യങ്ങൾക്ക് സാധിക്കും. നമുക്കറിയാം, LDF വരും, എല്ലാം ശരിയാകും എന്നുള്ള ആ പ്രചരണ വാക്യം ഇപ്പോഴും ഓരോ വോട്ടർമാരുടെയും മനസ്സിലുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF മുന്നോട്ട് വെച്ച മുദ്രാവാക്യമായിരുന്നു അത്. LDF വരും, എല്ലാം ശരിയാകും. UDFിൻ്റെ കുപ്രസിദ്ധമായ ഭരണത്തെ തകർത്തെറിഞ്ഞ മുദ്രാവാക്യമായി രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തി. നമുക്കറിയാം, കഴിഞ്ഞ അതായത് 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അഴിമതിയും അതോടൊപ്പം തന്നെ സോളാർ അത്തരത്തിലുള്ള അഴിമതിക്കൊക്കെ ഇത്തരത്തിൽ അതിന് ഒരു മാറ്റം വരുത്തുന്നതിനുള്ള ഏറ്റവും വലിയ ഒരു മുദ്രാവാക്യം തന്നെയായിരുന്നു LDF വരും, എല്ലാം ശരിയാകുമെന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ അന്ന് LDF അധികാരത്തിൽ എത്തുന്നതൊക്കെ നമ്മൾ കണ്ടു. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് അധികാരമേൽക്കുകയും അതുവരെ UDFിൻ്റെ ഭരണത്തിലുണ്ടായിരുന്ന പല അഴിമതിയും അല്ലെങ്കിൽ കുപ്രസിദ്ധം, അതായത് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കുപ്രസിദ്ധമായ ഭരണം എന്ന് തന്നെയായിരുന്നു. കാരണം സോളാറൊക്കെ നമ്മൾ കണ്ടതാണ്, വലിയ വിവാദങ്ങളുണ്ടാക്കിയ അതിനൊക്കെ ശേഷമാണ് ഇത്തരത്തിൽ LDF സർക്കാർ അധികാരത്തിൽ വന്നത്. LDF വരും, എല്ലാം ശരിയാകുമെന്നുള്ളത് ഓരോ വോട്ടർമാരുടെയും കേരളത്തിലെ ഓരോ ജനങ്ങളുടെയും മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. പിന്നെ നമുക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒന്ന് പരിശോധിക്കാം. നമുക്കറിയാം, കേരള ചരിത്രത്തിൽ തന്നെ തുടർഭരണം വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിൽ LDF അന്ന് ഉയർത്തിയ പ്രചരണ വാക്യം ഉറപ്പാണ് LDF എന്നായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പാണ് LDF എന്ന പ്രചരണ വാക്യവുമായാണ് LDF മുന്നോട്ട് വന്നത്. മഹാപ്രളയത്തെ അതിജീവിച്ച, കോവിഡിനെയും നിപ്പയെയും മറികടന്ന് ലോകശ്രദ്ധ ആകർഷിച്ച കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസാക്ഷിയുടെ ഇച്ഛാശക്തിയുടെ പ്രകടനമായി മാറി ഈ മുദ്രാവാക്യം. കാരണം ആ ഭരണത്തിൽ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണത്തിൽ അന്ന് പ്രളയം ഉണ്ടായി. 2 തവണ 2 വർഷങ്ങളിൽ തുടർച്ചയായി വലിയ പ്രളയം തന്നെ ഉണ്ടാകുന്നു. അതിന് ശേഷം തന്നെ നിപ്പ വരുന്നു. നിപ്പ, അതോടൊപ്പം തന്നെ കോവിഡ്, ഇതൊക്കെ തന്നെ ഇത്രയും വലിയ മഹാമാരികളൊക്കെ വന്നിട്ടും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ അല്ലെങ്കിൽ ജനങ്ങളെ ചേർത്ത് പിടിച്ച ഒരു സർക്കാർ ആയിരുന്നു പിണറായി വിജയൻ്റെ സർക്കാർ. അതുകൊണ്ട് തന്നെ പലപ്പോഴും UDF വിമർശിക്കുമെങ്കിൽ പോലും ആ ഒരു സന്ദർഭത്തിൽ ജനങ്ങൾ മുഴുവൻ ബുദ്ധിമുട്ടിയ സമയത്ത് കിറ്റും ജനങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയും എല്ലാ വിധത്തിലും ഈ സർക്കാർ മുന്നോട്ട് വരുന്നൊരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് 2021 ഈ ഉറപ്പാണ് LDF എന്ന മുദ്രാവാക്യം യാഥാർത്ഥ്യമാവുകയും വീണ്ടും രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേൽക്കുകയും ചെയ്തു. അതാണ് ഉറപ്പാണ് LDF എന്നുള്ള 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം LDF ഉപയോഗിക്കുകയായിരുന്നു. മഹാപ്രളയത്തെ അതിജീവിച്ച, കോവിഡിനെയും നിപ്പയെയും മറികടന്ന, ലോകശ്രദ്ധ ആകർഷിച്ച കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസാക്ഷിയുടെ പരിച്ഛേദം അല്ലെങ്കിൽ ഇച്ഛാശക്തിയുടെ പ്രകടനമായി മാറുകയായിരുന്നു ഈ മുദ്രാവാക്യം. ഇപ്പോൾ നമ്മൾ വീണ്ടും അടുത്തൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ പ്രചാരണ വാക്യങ്ങളുടെ തുടർച്ചയായി എത്തുകയാണ്. മൂന്നാമത്തെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട LDFിൻ്റെ പ്രചരണ വാക്യം ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ. വർഗീയത കൊണ്ട് ഇന്ത്യ പിടിക്കാനിറങ്ങിയ BJPക്കും നാളെ BJPയിലേക്ക് പോയേക്കാൻ സാധ്യതയുള്ള UDFിനുമെതിരെ കേരളത്തിൽ LDF പൊരുതുക രാഷ്ട്രീയ വ്യക്തതയുള്ള ഈ നിലപാട് കൊണ്ട് തന്നെയായിരിക്കും. കാരണം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJPയാണ്. അതോടൊപ്പം തന്നെ വർഗീയത കൊണ്ട് ഇന്ത്യ പിടിക്കാനിറങ്ങിയ BJP, ഹിന്ദുത്വ ആശയത്തിൽ ഊന്നി മതേതരത്വത്തെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് വരുന്ന BJPക്കും
അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ഒരു ബി ടീം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി ജെ പിയുടെ മുദ്രാവാക്യത്തിലേക്ക് എത്തിച്ചേരാൻ വെമ്പൽ കൊള്ളുന്ന കോൺഗ്രസ്, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി. കഴിഞ്ഞ ദിവസം ഒരു നേതാവ് പറഞ്ഞതുപോലെ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി അല്ല, ഇന്നത്തെ കോൺഗ്രസ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള ബി ജെ പി എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ആ ഒരു സമയത്ത് കേരളത്തിൽ LDF പൊരുതുക രാഷ്ട്രീയ വ്യക്തതയുള്ള ഈ നിലപാട് കൊണ്ടായിരിക്കും. നമുക്കൊരുമിച്ച് തിരിച്ചു പിടിക്കാം നമ്മുടെ ഇന്ത്യയെ. ഇടത് ജയിച്ചാലേ എല്ലാവർക്കും ഇടമുണ്ടാകൂ. ഒരു വോട്ട് മതി ഇന്ത്യയെ വീണ്ടെടുക്കാൻ. ഈ പ്രചരണ വാക്യം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെയും ശ്രദ്ധേയമാക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ LDF പ്രചരണ വാക്യം പുറത്തിറക്കി. ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്നതാണ് ഈ പ്രചരണ വാക്യം.